നമസ്കാരം. മറ്റ് ചില ബ്ലണ്ടർ കണക്കുകളോടെ ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കാം. രണ്ട് ദിവസത്തെ കോൺക്ലേവ് റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആദ്യ ദിവസം MSCയുടെ ഇന്ത്യയിലെ MD സംസാരിച്ചതായിരുന്നു നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്നലെ ആദ്യത്തെ ദിവസം രണ്ടുപേർ, അദാനി ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട രണ്ടുപേർ സംസാരിച്ചിരുന്നു. അതിൽ നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ പ്രദീപ് ജയരാമൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ കൂടുതൽ വിശകലനം ചെയ്യേണ്ടതാണ്. വിത്ത് 2 kilometers of berth and maybe something which the state government needs to seriously think about is it can further be extended by another 2 kilometers if needed. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. ജൂലൈ 11 മുതൽ ജനുവരി അവസാനം വരെ ഹാൻഡിൽ ചെയ്തപ്പോൾ തന്നെ 2 കിലോമീറ്റർ മതിയാകില്ല എന്ന് ശ്രീ പ്രദീപ് ജയരാമന് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് വേണമെങ്കിൽ 2 കിലോമീറ്റർ കൂടി, അങ്ങനെ 4 കിലോമീറ്റർ ബർത്തിനെ കുറിച്ച് കേവലം 6-7 മാസത്തിനുള്ളിൽ ചിന്തിക്കേണ്ടി വരുന്നതാണ് ട്രിവാൻഡ്രം പോർട്ട് നൽകുന്ന പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ സീനിയർ ഉദ്യോഗസ്ഥൻ ശ്രീ പ്രണവ് ചൌധരി പറഞ്ഞ കാര്യങ്ങളോട്ട് നമുക്ക് പിന്നീട് വരാം. ഇവിടെ ശ്രീ പ്രദീപ് ജയരാമൻ പറയുന്ന 4 കിലോമീറ്റർ എന്നുള്ള സ്ഥാനത്ത് ബ്ലണ്ടർ വിദഗ്ധൻ പറയുന്നത് 40 കിലോമീറ്റർ ബർത്ത് വേണമെന്നാണ്. ട്രിവാൻഡ്രം പോർട്ടിന് വേണ്ടത് 40 കിലോമീറ്റർ ആണ്. തൽക്കാലം ഞാൻ അത്രയും സ്വപ്നമേ കാണുന്നുള്ളൂ. 40 കിലോമീറ്റർ ബർത്തും 100 കപ്പലുകളും. എന്റെ സ്വപ്നം അതാണ്. അതിനപ്പുറമുള്ള സ്വപ്നം കാണാൻ ഞാൻ നമ്മുടെ നയീം, നബീൽ, അഭയ്, ഐസക് തുടങ്ങിയ നവയുഗ പുതിയ AI ജനറേഷൻ ആ തലമുറയ്ക്ക് വിട്ടുകൊടുക്കുന്നു. അതിനപ്പുറമുള്ള സ്വപ്നം അവർ കണ്ടുകൊള്ളട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം വിമാക്കിന്റെ സ്വപ്നം ഇത് ഇപ്പൊ പറയുന്നതല്ല, ശ്രീ പ്രദീപ് ജയരാമൻ പറയുന്നത് കൊണ്ടല്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇങ്ങനെ വിപുലമായ ഒരു ക്യാൻവാസിൽ ഈ പ്രൊജക്ടിനെ കൺസീവ് ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ 2013 മറ്റോ 5 ദിവസം നിരാഹാരം കിടന്നത്. അപ്പോൾ പുതിയ അറിവൊന്നുമില്ല, പുതിയ കാര്യമല്ല പറയുന്നത്. നമ്മുടെ സ്വപ്നം ഇത്തരം മാസീവായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇന്ത്യ മഹാരാജ്യത്തിന് വരേണ്ടത്. കാരണം ഇന്ത്യ ലോകത്തിലെ നമ്പർ 1 ശക്തിയായി മാറാൻ പോകുന്നതാണ്. അതിനനുസരിച്ച് മറൈൻ ഇക്കോണമിയിൽ ആധിപത്യം നേടണമെങ്കിൽ, മേൽക്കൈ നേടണമെങ്കിൽ ഇത്രയും വിപുലമായ ഒരു പദ്ധതി വേണമെന്ന് ഞങ്ങൾ 30 വർഷമായിട്ട് സംസാരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് ഭരണാധികാരികൾ അതിൽ വെള്ളം ചേർത്തു. അപ്പോൾ തന്നെ പ്രതിഷേധിച്ചു. വീണ്ടും ആ സ്വപ്നം നമ്മൾ പൊടി തട്ടിയെടുക്കാൻ നേരമാകുന്നു. കാരണം ഓപ്പറേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഇത്തരം സ്വപ്നങ്ങളും ഭാവനകളും പറയുമ്പോൾ അതിന് അടിസ്ഥാനമില്ല, വെറുതെ നമ്മുടെ ഒരു ഗെസ്റ്റിമേറ്റ് ആണ്. ഇവിടെ 7 മാസത്തെ പ്രവർത്തനത്തിനൊടുവിൽ ശ്രീ പ്രദീപ് ജയരാമൻ പറയുന്നു 4 കിലോമീറ്റർ ആയിട്ട് നമ്മുടെ ബർത്ത് നീട്ടണം, 40 കിലോമീറ്റർ ആയിട്ട് നീട്ടണം, 100 കപ്പലുകളെങ്കിലും ഒരേ സമയത്ത് ബർത്ത് ചെയ്യണം. 40 കിലോമീറ്ററും 100 കപ്പലും എന്നൊക്കെ പറയുന്നതിന് ശ്രീ പ്രണവ് ചൌധരി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അദാനി പോർട്സ്, അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഇന്നലെ സംസാരിച്ചു. ബൈ ദ എൻഡ് ഓഫ് ജനുവരി വി വിൽ ഹാൻഡിൽ അബൌട്ട് 3 lakh TEUs, 3 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് വരാം, അതിനേക്കാൾ ഒരല്പം കൂടാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് 147ാമത്തെ കപ്പൽ വന്നു കഴിഞ്ഞു. ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് അത് 150 ഒരു മൈൽ സ്റ്റോൺ പിന്നിടാൻ സാധ്യതയുണ്ട്. ഡിസംബർ മാസം 38 വന്ന സ്ഥാനത്ത് ഇപ്പോൾ 41ാമത്തെ കപ്പൽ കിങ് ഡോ ആണെന്ന് തോന്നുന്നു കിടക്കുന്നു, വാർഫിലുണ്ട്.
ഇത് 41 ഉള്ളത് ഒരു 43 44 ആയി. കഴിഞ്ഞ മാസത്തിനേക്കാൾ ഗണ്യമായ വർധനവ് ജനുവരി മാസത്തിൽ നേടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ 3 ലക്ഷം അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടിയ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഈ 40 കിലോമീറ്ററും 100 കപ്പലുകളുമോ അതിന്റെ സാധ്യതകളെ കുറിച്ച് അദ്ദേഹം ഇന്നലെ സംസാരിച്ചു. വി വിൽ ഡു ലിക്വിഡ് കാർഗോ, ദർ വിൽ ബി എ ടാങ്ക് ഫാം, ദർ വിൽ ബി എ വെയർ ഹൗസിംഗ് സോൺ. ഇതെല്ലാം അടുത്ത ഘട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്താണ്, കണ്ടെയ്നറിന് പുറമെ ലിക്വിഡ് വരുന്നുണ്ട്, ടാങ്ക് ഫാം വരുന്നുണ്ട്, ബങ്കറിങ്ങിന് വേണ്ടി വരുന്ന ടാങ്ക് ഫാം വരുന്നുണ്ട്, പിന്നെ ഒരു വെയർ ഹൗസിംഗ് സോൺ വരുന്നുണ്ട്. ഇതെല്ലാം 2028 വരാവുന്ന 1, 2, 3 ഫേസ് കൂടി വരുമ്പോഴുള്ളതാണ്. കേരള ഗവൺമെന്റ് ഈ പറയുന്ന അവസാനം കേരള ഗവൺമെന്റിനോടാണ് റിക്വസ്റ്റ്. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അതിലോട്ട് വരാം. The connectivity would get further integrated and multiplied manyfold. ഇപ്പോൾ ഉള്ള കണക്ടിവിറ്റിയേക്കാൾ manyfold അത് കൂടും. You would end up serving hopefully very soon to the American continent and Australia, Oceania as well. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ലോസ് ഏഞ്ചൽസിൽ നിന്ന് നമുക്ക് ഇതുവരെയും കപ്പൽ വന്നിട്ടില്ല. കപ്പൽ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയുടെ കിഴക്കൻ തീരത്തു നിന്ന് വന്നിട്ടുണ്ട്, പടിഞ്ഞാറൻ തീരത്തു നിന്നും വരും. വരാതിരിക്കാൻ പറ്റില്ല. ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ട് വിഴിഞ്ഞം നമ്മുടെ തുറമുഖം കണക്ട് ചെയ്യപ്പെടും, ട്രിവാൻഡ്രം പോർട്ട് കണക്ട് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വാഗ്ദാനം. വാട്ട് വി വോണ്ട് ടു ഡു ഇൻ ദ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് 2 months ഈസ് സ്റ്റാർട്ട് ഡൂയിങ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കാർഗോ which bring in additional revenue to the state. സ്റ്റേറ്റിന് മാത്രമല്ല, നാട്ടുകാർക്ക്, ഓരോരുത്തർക്കും, വ്യക്തികൾക്ക് വരുമാനം കിട്ടാൻ പോകുന്ന പ്രവർത്തനങ്ങൾ 2 മാസമെന്ന് പറയുന്നു. അതായത് കമ്മീഷൻ ചെയ്യാൻ മാർച്ച് എന്നുള്ളൊരു തീയതി ഇപ്പൊ കേട്ടു തുടങ്ങി. ഫെബ്രുവരിയും പിന്നിട്ട് മാർച്ചിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ സൂചനയായിരിക്കാം അദ്ദേഹം നൽകിയത്. 2 മാസത്തിനുള്ളിൽ ഗേറ്റ് വേ കാർഗോ, ഗേറ്റ് ഓപ്പൺ ആവുകയും ഗേറ്റ് വേ കാർഗോ വരികയും പോവുകയും ചെയ്യും. ഈ കാര്യവും കൂടി വരുമ്പോൾ നമ്മുടെ സ്വപ്നം കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കും. ശ്രീ പ്രണവ് ചൗധരി പറഞ്ഞ മറ്റൊരു കാര്യം, another opportunity we are looking at is trying to build a sea air transshipment. അടിയട സിമ്പിൾ. 15 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒരു സീപോർട്ടും ഒരു എയർപോർട്ടും ലോകത്തിൽ തന്നെ അപൂർവമായിരിക്കും. ഏതെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് അറിയിക്കുക. അതും കൂടി ഉണ്ടെന്ന് നമുക്ക് പറയാം. എന്തായാലും ഇതും ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ പറയാത്തതൊന്നുമില്ല എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. ഇതെല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് പറഞ്ഞ കാര്യമാണ്. തിരുവനന്തപുരത്തെ എയർപോർട്ടും സീപോർട്ടുമായിട്ടുള്ള കണക്ടിവിറ്റി, ഫാസ്റ്റ് മൂവിംഗ് കാർഗോ വിമാനത്തിൽ വരാം, കപ്പലിൽ കയറ്റിവിടാം, അല്ലെങ്കിൽ കപ്പലിൽ വരാം, ഫാസ്റ്റ് മൂവിംഗ് കാർഗോ വിമാനത്തിൽ കയറ്റിവിടാം. അതൊക്കെ അയക്കുന്നവരുടെ യുക്തി അനുസരിച്ച് വിടുന്നു. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ബൾക്ക് കാർഗോ എങ്ങനെ അയക്കണം, അതെല്ലാം വിടുന്നു. എന്തായാലും 100 കപ്പലുകളും 40 കിലോമീറ്ററും ഒക്കെ വരുമ്പോൾ എല്ലാത്തരം പരീക്ഷണങ്ങളും നടത്താൻ പറ്റുന്ന ഒരു മെഗാ പോർട്ടായിട്ട് നമ്മുടെ തുറമുഖം ട്രിവാൻഡ്രം പോർട്ട് മാറും. അങ്ങനെ എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിത്രം നൽകാൻ അദാനി ഗ്രൂപ്പിന്റെ 2 ഉദ്യോഗസ്ഥർക്കും എം എസ് സിയുടെ മറ്റുദ്യോഗസ്ഥർ ജനീവയിൽ നിന്ന് വന്നവരുടെ അവരെന്തു പറഞ്ഞു എന്ന് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അവർ പറയുന്നത് കൂടി കേട്ട് കഴിയുമ്പോഴാണ് ചിത്രം പൂർണ്ണമാവുക. എന്തായാലും അദാനി ഗ്രൂപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് വെച്ചുകൊണ്ട് കേരള സർക്കാർ, അതാണ് കേരള സർക്കാരിനോട് അവസാനം വരുമെന്ന് പറഞ്ഞത്, കേരള സർക്കാർ ഈ ഡിസൈനിങ്ങിനെ സംബന്ധിച്ച്, ഫ്യൂച്ചറിനെ സംബന്ധിച്ച് എന്തായിരിക്കണം നമ്മുടെ ഭാവി. ഇപ്പൊ എന്തായാലും 800 മീറ്റർ, അത് 2000 മീറ്ററിലോട്ട് പോകും. ഒരു പക്ഷേ 4000 മീറ്റർ, 4 കിലോമീറ്ററുമായിട്ട് പോകുമായിരിക്കും. അതല്ല, അതിനപ്പുറമുള്ള 40 കിലോമീറ്റർ എന്നുള്ള വലിയ സ്വപ്നത്തിലോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് കേരള സർക്കാർ വളരെ വളരെ ഗൗരവമായ ഒരു പഠനത്തിനോ അല്ലെങ്കിൽ അഭിപ്രായ രൂപീകരണത്തിനോ ആഗോളതലത്തിലുള്ള വിദഗ്ധരുടെ ഒരു സമ്മേളനത്തിനോ തുടക്കം കുറിക്കേണ്ട സമയം സംജാതമായിരിക്കുന്നു. കാരണം ലോകം മുഴുവൻ അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ നിരത്തി വയ്ക്കുകയാണ്. ഇവിടെ MSC എന്ന് പറയുന്ന ഒരു കമ്പനി വന്നപ്പോൾ തന്നെയാണ് അവർക്ക് 4 കിലോമീറ്റർ വേണമെന്ന് തോന്നിയത്. അടുത്തൊരു 4 കിലോമീറ്റർ പണിത് മാസ്കിന് കൊടുക്കാം, അതിന്റെ അടുത്ത 4 കിലോമീറ്റർ പണിത് CMA CGMന് കൊടുക്കാം, അതിന്റെ അടുത്തൊരു 4 കിലോമീറ്റർ എവർഗ്രീന് കൊടുക്കാം, 10 12 ഹപാങ് ലോയിഡ്, അങ്ങനെയുള്ള വമ്പൻ കമ്പനികൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് വരുന്നുണ്ട്.
ഇന്ത്യക്ക് സ്വന്തമായിട്ട് കണ്ടെയ്നർ കമ്പനി വരാൻ പോവുകയാണ്, കപ്പൽ കമ്പനി വരുന്നു. ഇപ്പോഴുള്ള ഷിപ്പിംഗ് കോർപ്പറേഷന് പുറമെ അവർക്കും കൊടുക്കാം ഒരു 4 കിലോമീറ്റർ. അങ്ങനെ ഇത്തരം കമ്പനികൾക്കെല്ലാം വീതിച്ചു കൊടുത്താൽ 40 കിലോമീറ്റർ തികയാതെ വരും. എന്തായാലും എന്റെ സ്വപ്നം 40-ൽ നിർത്തുന്നു, ബാക്കി ഞാൻ ഭാവി തലമുറയ്ക്ക് വിടുന്നു. നമ്മുടെ ക്യൂസ് പ്രോഗ്രാമിന്റെ ഉത്തരം വളരെ വിശദമായി അവതരിപ്പിക്കേണ്ട ഒന്നായതുകൊണ്ട് ഇന്ന് അവതരിപ്പിക്കാൻ വെച്ചതാണ്. അപ്പോഴാണ് ഈ 2 MSCയുടെയും നമ്മുടെ അദാനി ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ബൈറ്റുകൾ കാണാനും കേൾക്കാനും ഇടയായത്. എന്തായാലും അത് വളരെ താമസിയാതെ അവതരിപ്പിക്കാം. ഇവിടെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നല്ലോ. ആ സമയത്ത് അനന്തൻ നിള ഒരു അഭിപ്രായം അറിയിച്ചു. വളരെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്, ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരണം. ഇടയ്ക്കിടെ പുതിയ പിള്ളേർക്ക് അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കട്ടെ. വളരെ പ്രധാനപ്പെട്ടതും സന്തോഷം നൽകുന്നതുമായ വാർത്തകൾ ഏലിയാസ് സാർ അവതരിപ്പിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി ഇല്ലെങ്കിലും ആ ഫീൽ തോന്നിക്കാതെ, ശൂന്യമാകാതെ ഡബിൾ ഡക്കർ മുന്നോട്ട് തന്നെ പോകും. അദ്ദേഹം അത് എഴുതാൻ കാരണം, വധഭീഷണി വരുമ്പോൾ തട്ടിക്കളഞ്ഞാൽ ഡബിൾ ഡക്കർ നിന്നു പോകരുത്, സെയിലിംഗ് കമന്ററി നിന്നു പോകരുത്. അതിനുള്ളൊരു പരിഹാര മാർഗമായിട്ടാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അല്ലെങ്കിൽ തന്നെയും എനിക്കും തോന്നി പുതിയ ആളുകൾ അവതരിപ്പിക്കണം. അങ്ങനെ സെയിലിംഗ് കമന്ററി അവതരിപ്പിക്കാൻ താല്പര്യമുള്ള പ്രേക്ഷകർ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അറിവിൽപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യപൂർവ്വം കടന്നു വരാം. എനിക്കൊരു അവധിയും കിട്ടും, ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ സമയവും കിട്ടും. എന്തായാലും ഇങ്ങനെ ഒരു നല്ല നിർദ്ദേശം വെച്ച ശ്രീ അനന്തൻ നിളയോടുള്ള നന്ദി, കടപ്പാട്, കൃതജ്ഞതയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെയിലിംഗ് കമന്ററി അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്, ഏലിയാസ് ജോൺ.